ഇന്ന് രാവിലെ ചായക്ക് പുട്ടും കടലയും ആക്കി. പിന്നെ ഉച്ചക്കൊക്കെ ആദ്യം പയറും പരിപ്പൊന്നും വെക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് രസം വെക്കാമെന്ന് ഓർമ്മ വന്നത്. രസം മാത്രം പോരല്ലോ, ഒരു ഉപ്പേരിയും വേണ്ടേ. അപ്പോൾ ഒരു വഴുതിനങ്ങ ഉണ്ട്, അതിനെ കൊണ്ടൊരു ഉപ്പേരി വെക്കാം. രസം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തക്കാളീനെ ചെറുങ്ങനെ മുറിക്കാം. അപ്പോൾ ഈ മുറിച്ച തക്കാളിയിലേക്ക് കുറച്ച് കായം ഇടണം. എൻ്റെ അടുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കട്ടക്കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇടുന്നു. നമുക്ക് കുറച്ച് പുളിയാണ് വേണ്ടത്, അത് കുതിർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും, അത് പറങ്കിപ്പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടി, ഇത് മൂന്നും കൂടി ഇടാം. എന്നിട്ട് ഒരു നുള്ളു മല്ലിയിലയും ഇടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയില്ലേ, അത് പിഴിഞ്ഞത് ഒഴിക്കണം. അത് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഞെരടി മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിക്കാം. ഈ 2 തക്കാളി കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 4 ഗ്ലാസ് രസമാക്കാം. അപ്പോൾ എന്തെങ്കിലും ഉപ്പോ പുളിയോ അധികം വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് കൂട്ടണം. ഇനി നമുക്ക് ഈ രസത്തിന് കൂട്ടാൻ കുറച്ച് കൊത്തമ്പാരി വേണം, പിന്നെ കുറച്ച് കുരുമുളക് വേണം, പിന്നെ വേണ്ടത് ജീരകം, നമ്മൾ ചെറിയ ജീരകം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വേണം. അപ്പോൾ വെളുത്തുള്ളീൻ്റെ തോല് കളയാത്തതുകൊണ്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് എടുക്കണം. ഇനി ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ചതച്ചതും കൂടെ നമ്മൾ നേരത്തെ ആക്കി വെച്ച തക്കാളീൻ്റെ മിക്സിയിലെ അതിലിട്ടിട്ട് നല്ലോണം മിക്സാക്കി വെക്കണം. ഇനി നമുക്ക് ഉപ്പേരി വെക്കേണ്ട വഴുതിനങ്ങയില്ലേ, അത് മുറിക്കാം. വഴുതിനങ്ങ മുറിച്ചിട്ട് നല്ല വൃത്തിയിൽ കഴുകി അതിൻ്റെ കറയെല്ലാം കളഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി ഇതും കൂട്ടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ടൊരു പാത്രത്തിൽ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മിക്സാക്കിയ വഴുതിനങ്ങ ഇടുക, ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അതാർന്ന് വേവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് നമ്മളെ രസമാക്കാം. വഴുതിനങ്ങ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് രസമാക്കേണ്ട പാത്രം അടുപ്പത്ത് വെക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിൽ വേണ്ടുന്ന കടുക് ഇടുക, പറങ്കി ഇടുക, കുറച്ച് കരിയാമ്പ് ഇടുക. കടുവെല്ലാം ഒന്ന് പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത്രയൊന്നും സമയം വേണ്ട, ഇതൊന്ന് തളിച്ചാൽ മതി. ഞാനങ്ങനെ രസപ്പൊടിയൊന്നും ഇട്ടിട്ട് രസം വെക്കയില്ല, എപ്പോൾ ഇങ്ങനെ വെക്കൽ. നിങ്ങളെങ്ങനെ രസം വെക്കൽ എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ രസം നല്ലതായിട്ട് തളിച്ചു. ഇനി അതിലേക്കില്ലേ കുറച്ച് നല്ലോണം മല്ലിയില മുറിച്ചിടണം. മല്ലിയില ഇട്ടിട്ട് ഇത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ രസം റെഡിയായി. രസം ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ വഴുതിനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനാക്കിയ രസമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ, അല്ല നിങ്ങൾ എങ്ങനെയാണ് രസമാക്കൽ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ചെയ്യണേ.